കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിലിറങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. സുരേഷ്, ജിതേഷ് എന്നിവരാണ് മരിച്ചത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്ക് ഗംഗാവലിപ്പുഴയിൽ കണ്ടെത്തി. ക്യാബിനുള്ളിൽ നിന്ന് അർജുന്റെ മൃതദേഹം പുറത്തെടുത്തു. തൃശൂർ പൂരം കലക്കലിൽ ശക്തമായ നടപടി വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തുടരന്വേഷണ സാധ്യത തള്ളാതെ മുഖ്യമന്ത്രി. ദേശീയപാത കുതിരാനിൽ കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ ആക്രമിച്ച് 1 കിലോ സ്വർണം കവർന്നു. നിർമ്മാണം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന സ്വർണമാണ് കവർന്നത്. കയ്പമംഗലത്ത് യുവാവിനെ കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. കണ്ണൂർ, തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. മുഖ്യപ്രതി സാദിഖ് ഒളിവിൽ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിലിറങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. സുരേഷ്, ജിതേഷ് എന്നിവരാണ് മരിച്ചത്. അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് പൂർത്തിയായ രീതിയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്ക് കണ്ടെത്തുകയും ക്യാബിനുള്ളിൽ മൃതദേഹമുള്ളതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലോറി വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 16-ന് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ലോറി അടക്കം അർജുനെ കാണാതാവുകയായിരുന്നു. 4 പോയിന്റുകളിലായി അർജുനു വേണ്ടി ദൌത്യസംഘം പരിശോധന നടത്തി. കോൺടാക്ട് പോയിന്റ് 2-ലാണ് ലോറിയുടെ ഭാഗം കണ്ടെത്തുന്നത്. 72-ാം ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണ സാധ്യത തള്ളാതെ മുഖ്യമന്ത്രി. പൂരം അന്വേഷണ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പരാമർശിച്ചു. ആഭ്യന്തര സെക്രട്ടറിയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം തുടർ നടപടി ആലോചിക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതേസമയം പൂരം കലക്കൽ വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. പുതിയ വെളിപ്പെടുത്തലുകൾ ഗൌരവപരമാണെന്നും കെ രാജൻ പറഞ്ഞു. പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGPയുടെ റിപ്പോർട്ട് തള്ളണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉള്ളടക്കം അറിയാത്തതിനാൽ ഔദ്യോഗികമായി പ്രതികരിക്കാനില്ല. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തുവന്നേ മതിയാകൂ. ഒരു ദേവസ്വത്തെയും പഴിചാരാനില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതിൽ 1-ാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂരം കലക്കിയത് ADGPയുടെ പ്ലാൻ പ്രകാരമാണെന്നും VD സതീശൻ പറഞ്ഞു. ADGP RSS കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. RSS നേതാവുമായി ADGP ചർച്ച നടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ട് 16 മാസമായി. എന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പിന്നെ സമ്മതിച്ചു. 21 ദിവസത്തിന് ശേഷം ഒരു അന്വേഷണമാണ്. നേരത്തെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വ്യക്തിപരമായി കണ്ടാണ്, അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി. ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു 21 ദിവസം കഴിഞ്ഞ ശേഷം. അത് പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഉന്നയിച്ച ആരോപണമല്ലേ, സാരമില്ല. ഈ മെയ് മാസത്തിലാണ് 2023 മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ദേശീയപാത വഴുക്കുംപാറയിൽ കാർ തടഞ്ഞ യുവാക്കളെ ആക്രമിച്ച് 1 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തു. തൃശൂർ കിഴക്കേക്കോട്ട നടക്കിലാൻ അരുൺ സണ്ണിയെയും സുഹൃത്ത് റോജിയെയും ആക്രമിച്ചാണ് 3 വാഹനങ്ങളിലായി എത്തിയ സംഘം സ്വർണം കവർന്നത്. കാറിൽ കോയമ്പത്തൂരിൽ നിന്നും ആഭരണങ്ങളുമായി വരുന്ന വഴിയിലാണ് 3 വാഹനങ്ങളിലെത്തിയ സംഘം സിനിമാ സ്റ്റൈലിൽ കാർ തടഞ്ഞ് ആഭരണങ്ങൾ കവർന്നത്. കാറിൽ ഉണ്ടായിരുന്ന അരുണിനെയും റോജിയെയും 2 വാഹനങ്ങളിലായി കയറ്റിക്കൊണ്ടുപോയ ശേഷം അക്രമികൾ റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. റോജിയെ ഇരവിമംഗലം ഭാഗത്തും അരുൺ സണ്ണിയെ മരത്താക്കര കുഞ്ഞനംപാറ ഭാഗത്തുമാണ് ഇറക്കിവിട്ടത്. മർദ്ദനമേറ്റ അരുൺ സണ്ണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീച്ചി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കയ്പമംഗലത്ത് റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ.
3 പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെന്നും പോലീസ്. കണ്ണൂർ സ്വദേശിയും തൃശൂർ ജില്ലക്കാരായ 4 പേരുമാണ് പിടിയിലായിരിക്കുന്നത്. മുഖ്യപ്രതിയായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ്. കോയമ്പത്തൂർ സ്വദേശിയായ 40-കാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് മർദ്ദിച്ചു കൊന്ന ശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത്. കേസിൽ 11 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവർ വൈകാതെ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം അരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ സർക്കാരും സുപ്രീം കോടതിയിലേക്ക്. സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി നൽകും. ഇടക്കാല ഉത്തരവിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകുക. അവസാന ശ്രമം എന്ന നിലയിലെ സിദ്ദിഖ് ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകൻ വഴി സുപ്രീം കോടതിയിൽ ഹർജി നൽകാനാണ് ഒടുവിലെ തീരുമാനം. സിദ്ദിഖിന്റെ നീക്കത്തിനെതിരെ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകാൻ തീരുമാനിച്ചിരുന്നു. നടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ ചലച്ചിത്ര നടൻ സിദ്ദിഖിനായി വ്യാപക തിരച്ചിൽ. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്നലെ തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത്. സിദ്ദിഖിനെ കണ്ടെത്താൻ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് വൻ തിരച്ചിലാണ് പോലീസ് നടത്തിയത്. അതേസമയം സിദ്ദിഖിന്റെ ഫോൺ ഓൺ ആയതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 2 ദിവസത്തിനു ശേഷമാണ് ഫോൺ ഓൺ ആയത്. 2016 നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ 2024 കേസ് രജിസ്റ്റർ ചെയ്തത്. ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോവുകയാണ്. അതേസമയം സിദ്ദിഖിന്റെ വാഹനം ഇന്നലെ രാത്രി ആലപ്പുഴയിൽ കണ്ടെത്തിയിരുന്നു. ആലപ്പുഴയിലെ പ്രധാന റിസോർട്ടുകളിലും സ്റ്റാർ ഹോട്ടലുകളിലും സിദ്ദിഖിനായി പോലീസ് തിരച്ചിൽ നടത്തി. അതിനിടെ നടിയെ പീഡിപ്പിച്ച കേസിൽ ചലച്ചിത്ര നടൻ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കും. സർവകാല റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 56,000 തൊട്ട സ്വർണ്ണവില ഇന്ന് വീണ്ടും ഉയർന്നു. 480 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വില 56,480 രൂപ. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 7,060 രൂപ. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 53,360 രൂപയായിരുന്നു 1 പവന്റെ വില. തുടർച്ചയായ 3-ാം ദിവസവും റെക്കോർഡിട്ട് സ്വർണ്ണക്കുതിപ്പ് തുടരുകയാണ്. അമേരിക്ക പലിശ നിരക്ക് കുറച്ചതാണ് സ്വർണ്ണവില ഉയരാൻ കാരണം. ഈ മാസം ഇതുവരെ 1 പവന് കൂടിയത് 2,920 രൂപയാണ്. 12 വർഷം കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകാത്തതിനെ തുടർന്ന് കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിന് മുൻപിൽ വയോധികൻ കുത്തിയിരിപ്പ് സമരം നടത്തി. വടക്കേക്കാട് സ്വദേശി വടക്കൻ വീട്ടിൽ 62 വയസ്സുള്ള ബെയിൻസ് ആണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 12 വർഷം മുൻപ് ബെയിൻസ് വടക്കേക്കാട് BRD സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഒരു ഷെയറിന് 6 ലക്ഷം രൂപ നിരക്കിൽ ബെയിൻസും ഭാര്യയും ചേർന്ന് 12 ലക്ഷം രൂപ ചിലവിൽ 2 ഷെയറുകൾ എടുത്തത്. എന്നാൽ 12 വർഷം കഴിഞ്ഞിട്ടും ഷെയർ തുകയോ ലാഭവിഹിതമോ നൽകുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിന് മുൻപിൽ ബെയിൻസ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പണം ലഭിക്കുന്നതുവരെ BRD ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് ബെയിൻസ് പറഞ്ഞു. എന്നാൽ 12 വർഷം മുൻപ് BRD ഷെയറുകൾക്ക് നല്ല വില ലഭിച്ചിരുന്നതായും പിന്നീട് ഷെയറുകൾക്ക് വില ലഭിക്കാതെ വന്നതോടെ ഷെയർ നൽകിയവർക്ക് ആ പണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പലരും കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പണം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും BRD മാനേജർ ജോളി അറിയിച്ചു. ഷെയർ എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഷാജൻ സാറും വില്യം സാർ അപ്പോൺ സാർ അങ്ങനെ കുറേ സാറുമാരൊക്കെ കൂടിയിട്ട് എൻകറേജ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റുകൾ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണിച്ച് തന്നിട്ടാണ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 12-14 കൊല്ലമായി. 2015 വരെ ഒരു പേപ്പർ തന്നിരുന്നു ബോണസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പൈസകളൊന്നും തന്നില്ല. ഇപ്പോൾ വളരെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടിലാണ്. ചെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾക്കങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ ഒറ്റയാളായിട്ട് ഇവിടെ വന്നിരുന്ന് വൈഫിനെയും കൂട്ടിനെ വിളിച്ചിട്ടുണ്ട്. കാലൊന്നും സുഖമില്ല. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. വേരുപ്പാടം കിണർ സ്വദേശി വെണ്ണൂറാൻ വീട്ടിൽ സക്കീറിനാണ് പരിക്കേറ്റത്. പാലപ്പിള്ളി ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുലിക്കണ്ണിയിൽ വെച്ചാണ് കാട്ടുപന്നി ബൈക്കിൽ വന്നിടിച്ചത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സക്കീറിന്റെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിനു സമീപം വിരണ്ടോടിയ പോത്ത് പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. വടക്കാഞ്ചേരി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 3 മണിക്കൂറോളം പരിശ്രമിച്ച് പോത്തിനെ വരുതിയിലാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. തോട്ടുപാലം AH റീജൻസിക്ക് പിൻവശത്തെ പറമ്പിൽ മേയാൻ വിട്ട പോത്താണ് വിരണ്ടത്. വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ ഒരു കാലത്തുമില്ലാത്ത ഭീഷണിയാണ് ജനങ്ങൾ ഇപ്പോൾ നേരിടുന്നതെന്നും ഇതിന് പരിഹാരം കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണെന്നും കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ നടത്തിയ പറവട്ടാനി ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വന്യജീവി ശല്യം നാട്ടിൻപുറത്തെ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന്റെ ആകെ പ്രശ്നമാണിത്. കേന്ദ്ര ഭരണാധികാരികൾ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും കേന്ദ്ര വനം നിയമത്തിൽ മാറ്റം വേണമെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ പാർലമെന്റ് ധർണയുടെ ഭാഗമായിട്ടായിരുന്നു കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ പറവട്ടാനി ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഓഫീസ് ഉപരോധിച്ചത്. നൂറുകണക്കിന് കർഷകർ ഉപരോധ സമരത്തിൽ പങ്കാളികളായി. പറവട്ടാനി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ഉപരോധ സമരത്തിൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നല്ലി MLA, ജില്ലാ സെക്രട്ടറി AS കുട്ടി, ജില്ലാ ട്രഷറർ TA രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള ആർദ്രമായ മനസ്സ് കുട്ടികൾക്കുണ്ടാകണമെന്ന് മന്ത്രി കെ രാജൻ. വെൺമേനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠിക്ക് നിർമ്മിച്ച വീടിന്റെ സമർപ്പണവും താക്കോൽദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സ്ഥാപക മാനേജർ അന്തരിച്ച MK മുഹമ്മദ് ഹാജിയുടെ സ്മരണാർത്ഥമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും നടന്നു. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷനായി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, മാനേജർ പ്രതിനിധി MK മുനീർ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ VM കരീം, PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സർക്കാർ LP സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കഴിഞ്ഞ ദിവസം രാത്രി അതിക്രമിച്ചു കടന്ന സാമൂഹിക വിരുദ്ധർ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പാചകപ്പുരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുകയും സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തു. കുട്ടികൾ കൈ കഴുകുന്ന വാട്ടർ ടാപ്പുകളിലും പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയ നിലയിലാണ്. ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറായ നിലയിൽ ആദ്യം കണ്ടത്. ഇവർ പ്രധാന അധ്യാപികയെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്കൂൾ ബസ് സർവീസ് ബുധനാഴ്ച ഉണ്ടാകില്ലെന്നും കുട്ടികളെ നേരിട്ട് സ്കൂളിൽ എത്തിക്കണമെന്നും രക്ഷിതാക്കളെ അറിയിച്ചു. പിന്നീടാണ് സ്കൂൾ പാചകപ്പുരയുടെ മുന്നിൽ മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും കൊടകര പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തു. പാചകപ്പുര തുറന്ന് പരിശോധിച്ചപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടതായി കണ്ടത്. മോഷ്ടിക്കപ്പെട്ട സിലിണ്ടറുകളിലൊന്ന് കാലിയാണ്. രണ്ടാമത്തേത് ചൊവ്വാഴ്ച വിതരണക്കാർ എത്തിച്ചതാണ്. സ്കൂൾ ബസിന്റെ 3 ടയറുകളാണ് പഞ്ചറാക്കിയ നിലയിൽ കണ്ടത്. രാവിലെ വിദ്യാലയത്തില് തുറക്കാനായിട്ട് വന്ന PTCM അതുപോലെ കുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കിച്ചണിന്റെ ഡോറിൽ നിറയെ മുളക് പൊടി തൂളിയിരിക്കുന്നു. അതുപോലെ വരാന്തയില്, വാഷ് ഏരിയയില്, അതുപോലെ സ്കൂൾ ബസിന്റെ ഒരു 3 ടയറ് കാറ്റഴിച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തു. കിച്ചണിന്റെ താഴ് തുറന്നിട്ടില്ല. ഈ മുളക് പൊടി എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കിച്ചണിലെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോ 2 സിലിണ്ടറുകളും കാണുന്നില്ല. തുടർന്ന് കൊടകര സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും അവിടെ CIയുടെ സാന്നിധ്യത്തിൽ ഡോഗ് സ്ക്വാഡ് വന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴമയുടെ അടയാളമായി നിലകൊള്ളുന്ന നവീകരിച്ച ചുക്കു ബസാർ വഴിയമ്പലത്തിൽ സർഗസംഗമം നടത്തി. സാംസ്കാരിക സംഗമം ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളായ J ഷാജൻ, ശ്രീദേവി ഡേവിസ്, TK സുബ്രഹ്മണ്യൻ, ചരിത്രകാരൻ സൈമൺ വേലുക്കാരൻ, ജെയ്സൺ ഗുരുവായൂർ, സിദ്ദിഖ് കൈതമുക്ക് എന്നിവർ സംസാരിച്ചു. ഈ നാടിന്റെ ഈ നാട്ടുകാരുടെ നമുക്ക് അതിന്റെ ഓർമ്മ പുതുക്കലായി ഷാജൻ മാഷ് വളരെ വ്യക്തമായിരുന്നത് അത് ഇവിടെ മുറുക്കാൻ കിട്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. സംഘങ്ങളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന ചട്ടഭേദഗതികൾ പിൻവലിക്കുക, പ്രമോഷൻ തടയുന്ന പുതിയ ചട്ടങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഈ സംഘടനയുടെ ഭാഗമായി ദീർഘകാലം വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം മുന്നോട്ട് പോവുകയാണ്. ഇത് മുന്നോട്ട് പോവുക എന്നാണോ പറയേണ്ടത്, ഈ നാടിനെ മുഴുവൻ പുറകോട്ട് നയിക്കുക എന്നാണോ പറയേണ്ടത് അറിയില്ല. പക്ഷെ മലയാളത്തിലെ ഒരു സ്വാഭാവിക രീതി അനുസരിച്ച് എന്ന നിലയിലാണ് പറയുന്നത് 8 വർഷമായി മുന്നോട്ട് പോവുക എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല ഏത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ഏത് എന്ന് ചോദിച്ചാൽ, ദൗർഭാഗ്യവശാൽ അത് സഹകരണ മേഖലയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ESI ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ BMS ധർണ നടത്തി. ഒളരി ESI ആശുപത്രിക്ക് മുന്നിൽ ഭാരതീയ മസ്ദൂർ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കിടം ഉദ്ഘാടനം ചെയ്തു. BMS സംസ്ഥാന സമിതി അംഗം P ആനന്ദൻ അധ്യക്ഷനായി.
ജില്ലാ പ്രസിഡന്റ് KV വിനോദ്, AC കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും മൂർധന്യാവസ്ഥ നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നാണ് ലഭിക്കുന്നതിനനുസൃതമായ സംവിധാനങ്ങൾ നമ്മുടെ വെള്ളപ്പൊക്ക സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഇത് മാറ്റിയ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ വിശദമായിട്ട് അന്തിക്കാട് കല്ലടവഴി റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് CPM അന്തിക്കാട് കിഴക്ക് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് അംഗം അബ്ബാസ് പി രാവുണ്ടി അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി AV ശ്രീവത്സൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AK അഭിലാഷ്, KV രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണത്തൃക്കോവിൽ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മനോജ് കോരപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ സന്തോഷ് കുറുവത്ത് വിതരണം ചെയ്തു. ട്രഷറർ ശ്രീകൃഷ്ണദാസ് സന്നിഹിതനായിരുന്നു. കടവല്ലൂർ പാടത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കടവല്ലൂർ പാടത്തെ തോട്ടിലേക്ക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. തോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് കർഷകരും വലിയ ആശങ്കയിലാണ്. മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് കർഷകർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പിന്നീട് പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് നിർത്തിയിരുന്നുവെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷമാണ് മാലിന്യം വീണ്ടും നിക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യം പാടശേഖരത്തോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലെ കിണറുകളിലേക്ക് പരക്കാൻ സാധ്യതയുള്ളതായും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പരിസരവാസികൾ പറയുന്നു. റോഡിന്റെ ഇരുവശങ്ങളിൽ പുൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ രാത്രി മാലിന്യം തള്ളുന്നവർക്ക് ഇത് വലിയൊരു മറയായി തീരുകയാണ്. പ്രദേശത്ത് പഞ്ചായത്ത് അധികൃതർ വർഷങ്ങൾക്ക് മുൻപ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി ഇത് നീക്കം ചെയ്തുവെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടില്ല. ബന്ധപ്പെട്ട അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം NSS ദിനം ആചരിച്ചു. രാമവർമ്മപുരം ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികൾക്കൊപ്പമാണ് NSS ദിനം ആചരിച്ചത്. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ K രോഹിണി, അസിസ്റ്റന്റ് ഓഫീസർ രശ്മി G നായർ, ദീപ എന്നിവർ നേതൃത്വം നൽകി. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് വ്യാഴാഴ്ച കൊടിയേറും. ഫാദർ യൂഹനാൻ കോർ എപ്പിസ്കോപ്പ കൊടിയേറ്റം നിർവഹിക്കും. വികാരി ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൌലോസ്, ട്രസ്റ്റി CJ സന്തോഷ്, സിൻഡോ K ഷീമോൻ, മെബിൻ M ബെൻസൺ, ജിൻഡോ K ഷീഗൽ വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷനും തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി മനുഷ്യച്ചങ്ങലയും ശുചിത്വ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന യോഗം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ റെജി ജോയ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനേഷ് രാജൻ, തൃശൂർ കോർപ്പറേഷൻ ക്ലീൻ സിറ്റി ഓഫീസർ അബ്ദുൾ നാസർ, പ്രധാന അധ്യാപിക ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ശുചിത്വ ചങ്ങല, അതായത് കൊടകര സഹൃദയ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ് IEE-യുടെ നേതൃത്വത്തിൽ അന്തർദേശീയ ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ടെക് ഫെസ്റ്റ് ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്യും. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ നിക്സൺ കുരുവിള, മീഡിയ ഡയറക്ടർ ഫാദർ അനൂപ് കോലങ്കണ്ണി, അനിൽ ആന്റണി, ഡെറിക് ഡേവിസ്, K കൃഷ്ണപ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെട്രോളിനും ഡീസലിനും വില കൂടുന്ന വാർത്തകളൊന്നും ചെറുതുരുത്തി നെടുമ്പുശ്ശേരി സ്വദേശി ആരിഫിന് വിഷയമല്ല. ഒരു പതിറ്റാണ്ടിലധികമായി കിടിലൻ കാളവണ്ടിയിലാണ് യുവാവിന്റെയും കുടുംബത്തിന്റെയും യാത്ര. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ആരിഫിന് കുഞ്ഞുനാൾ മുതൽ കാളവണ്ടി ജീവനാണ്. കുട്ടിക്കാലത്തും വീട്ടിൽ കാളവണ്ടിയുണ്ട്. പിതാവ് മുഹമ്മദിൽ നിന്ന് കൈമാറി കിട്ടിയ കാളവണ്ടി 12 വർഷമായി ആരിഫാണ് പരിപാലിക്കുന്നത്. ഭാര്യ ഷാജിദയ്ക്കും മക്കളായ ആദിയ, ഹാദിയ, ഹയ എന്നിവർക്കുമെല്ലാം കാളവണ്ടി യാത്ര ഏറെ ഇഷ്ടമാണെന്ന് യുവാവ് പറയുന്നു. 16 കിലോമീറ്ററിലധികം ദൂരം കാളവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പൂരം, കല്യാണം, വിനോദസഞ്ചാരം എന്നിവയെല്ലാം കാളവണ്ടിയിൽ തന്നെ. അല്പം പരുത്തിക്കുരുവും പിണ്ണാക്കും മുതിരയും കാടിവെള്ളവും മാത്രമാണ് വണ്ടിയുടെ ഇന്ധനം. അൺലിമിറ്റഡ് മൈലേജും സൂപ്പർ പെർഫോമൻസും ഉറപ്പാണെന്നാണ് 34-കാരനായ ആരിഫ് പറയുന്നത്. ഹോണും ആധുനിക രീതിയിലുള്ള സീറ്റുമെല്ലാം ഒരുക്കി
പെയിന്റ് അടിച്ച് മനോഹരമാക്കി സുന്ദരന്മാരായ കാളക്കൂട്ടന്മാർ വലിക്കുന്ന ഈ വാഹനം ഗ്രാമീണ വഴികളിലും സംസ്ഥാന പാതകളിലുമെല്ലാം എത്തുമ്പോൾ ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും എത്തുന്നവരും നിരവധിയാണ്. ബെൻസിലും BMW-യിലും പോകുന്നവർ വരെ നിർത്തി സെൽഫി എടുക്കുന്ന വണ്ടിയാണ് താൻ ഉപയോഗിക്കുന്നതെന്നും കാളവണ്ടി യാത്ര അഭിമാനമാണെന്നും ആരിഫ് പറഞ്ഞു. കാളവണ്ടിയും കാളകളും ഏതാനും ഷോർട്ട് ഫിലിമുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും ആരിഫ് പങ്കുവച്ചു. വർഷങ്ങളായി കാളവണ്ടി യാത്ര നടത്തുന്ന ആരിഫിന് മറ്റൊരു വണ്ടിയും മനസ്സിനെ ആകർഷിച്ചില്ല എന്നത് കൗതുകത്തോടെയാണ് നാട്ടുകാർ നോക്കുന്നത്. TCV ന്യൂസ്, ചെറുതുരുത്തി. കൃഷിവകുപ്പിന്റെ മികച്ച കാർഷിക മാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ TCV പാവർട്ടി ബ്യൂറോ റിപ്പോർട്ടർ ബിജോയ് പെരുമാട്ടിലിന് വടക്കേ കോഞ്ചിറ പാടശേഖര സമിതി ആദരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അവാർഡ് സമ്മാനിച്ചു. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ അധ്യക്ഷനായിരുന്നു. രവീന്ദ്രൻ അമ്പാട്ട്, ഹരി മഞ്ചരമ്പത്ത്, ഹാരിസ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ലോക ഫാർമസിസ്റ്റ് ദിനത്തിൽ ഫാർമസിസ്റ്റുകളായ ഷക്കീർ നിഷീദ് ദമ്പതികളെ ചെമ്മാപ്പിള്ളിയിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മണപ്പുറം സമീക്ഷ ചെയർമാൻ സജീവൻ MB ഉദ്ഘാടനം ചെയ്തു. സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി, CT ജോസ്, നിസാർ കുമ്മംകണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം നടന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DVSP സുരേന്ദ്രൻ മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ബാച്ച് പ്രസിഡന്റ് PV അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് BM മുഹമ്മദ് ഗസാലി, അധ്യാപിക KK ഷരീഫ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ KK മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ജീവദ്യുതി രക്തദാന ക്യാമ്പ് നടന്നു. തൃശൂർ ജനറൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ സീമ ഷാജു, പ്രിൻസിപ്പൽ CA വിജി, PTA പ്രസിഡന്റ് PS ശ്യാമ, NSS പ്രോഗ്രാം ഓഫീസർ MM ധന്യ എന്നിവർ സംസാരിച്ചു. ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നീണ്ടൂർ സ്വദേശി MJ മുഹമ്മദ് ഹാദിയെ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം മെമന്റോ നൽകി. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മണ്ഡലം സെക്രട്ടറി ബിജു ആദൂർ, റഫീഖ് ഐനിക്കുന്നത്ത്, സുനിൽ ചിറമനേങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞാണി യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. വാടാനപ്പള്ളി മേഖലാ പ്രസിഡന്റ് ബിജു C ശങ്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സജി ശങ്കർ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MP ഡെന്നി, ജില്ലാ ട്രഷറർ EB ജിതേഷ്, AV ജീസൺ, മേഖലാ ട്രഷറർ KA ഷനൂബ്, AV ഫ്ലൻഡോ, ബിനോജ് പണ്ടാരൻ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. ചിറ്റാറ്റുകര ബ്രാഞ്ച് സമ്മേളനം CPM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. NP വിപിൻ അധ്യക്ഷത വഹിച്ചു. ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ്, CF രാജൻ, AC രമേശ്, PM ജോസഫ്, സാൻഡി ജോൺ, ജാൻസി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച പോഷൻ മാ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, ICDS സൂപ്പർവൈസർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, വാർഡ് മെമ്പർമാരായ രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24 കേരള NCC ബറ്റാലിയന്റെ നേതൃത്വത്തിൽ തൃശൂർ ചിന്മയ വിദ്യാലയത്തിൽ നടന്നുവന്നിരുന്ന ദശദിന പരിശീലന ക്യാമ്പ് സമാപിച്ചു.
സമാപന സമ്മേളനം ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡന്റ് മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സര വിജയികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റും ഉപഹാരവും സമ്മാനിച്ചു. ക്യാമ്പിലെ ബെസ്റ്റ് കേഡറ്റുകളായി കേരളവർമ്മ കോളേജിലെ PJ അഭിനവ്, കോലഴി ചിന്മയ കോളേജിലെ S ശിഖ എന്നിവരെ തിരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7020 രൂപ, പവന് 56,160 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3252 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിലിറങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. സുനിൽ, ജിതേഷ് എന്നിവരാണ് മരിച്ചത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്ക് ഗംഗാവലി പുഴയിൽ കണ്ടെത്തി. ക്യാബിനുള്ളിൽ നിന്ന് അർജുന്റെ മൃതദേഹം പുറത്തെടുത്തു. തൃശൂർ പൂരം കലക്കലിൽ ശക്തമായ നടപടി വേണമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. തുടരന്വേഷണ സാധ്യത തള്ളാതെ മുഖ്യമന്ത്രി. ദേശീയപാത കുതിരാനിൽ കാർ തടഞ്ഞു നിർത്തി യുവാക്കളെ ആക്രമിച്ച് 1 കിലോ സ്വർണം കവർന്നു. നിർമ്മാണം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന സ്വർണമാണ് കവർന്നത്. കയ്പമംഗലത്ത് യുവാവിനെ കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. കണ്ണൂർ, തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. മുഖ്യപ്രതി സാദിഖ് ഒളിവിൽ. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.